വളരെ ഈസി ആയിട്ട് സമൂസ ഷീറ്റ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു കപ്പ് മൈദ എടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂറിന് ശേഷം മാവൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ടാകും. എന്നിട്ടൊന്ന് കുഴച്ചതിന് ശേഷം നമുക്കത് ഉരുളകളാക്കി എടുക്കാം. അതിൽ ഓരോ ഉരുളകളും എടുത്ത് നമുക്ക് പൂരിയുടെ വലുപ്പത്തിലൊന്ന് പരത്തിയെടുക്കാം. ഈ ഒരളവിൽ എനിക്ക് എണ്ണാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളത്. ഇനി ഒന്നെടുത്ത് അതിൻ്റെ മുകളിൽ ഓയിലാക്കിയതിന് ശേഷം മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ വേറൊന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ വീണ്ടും എണ്ണയും പൊടി ഇട്ട് കൊടുക്കുക. അങ്ങനെ 2-3 ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ചൂടായ പാനിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 10 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഇത് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2-3 പ്രാവശ്യം ഇത് തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കാം. ചപ്പാത്തി വേവിക്കുന്ന പോലെ വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് ചൂടോട് കൂടി തന്നെ അടർത്തിയെടുക്കാം. അപ്പോൾ ഈസി ആയിട്ടുള്ള സമൂസ ഷീറ്റ് റെഡി.